പ്രിയപ്പെട്ടവരെ, വളരെ എല്ലാവർക്കും ഉത്തരം അറിയാവുന്നതും എന്നാൽ ഉത്തരം അറിയില്ല എന്ന് നടിക്കുന്നതുമായ ഒരു ചോദ്യത്തിലേക്കാണ് ഇന്ന് ഈ ചർച്ചയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജോലി. ഈ മൂന്ന് വളരെ പ്രശസ്തരായ ഈ മൂന്ന് രാഷ്ട്രീയ നിരീക്ഷകരോട് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി സാധ്യമാണോ, എന്നുണ്ടാവും, എങ്ങനെയുണ്ടാകും എന്നൊക്കെയാണ്. എന്തായാലും നമുക്കറിയാം, സ്ത്രീകൾ നാനാ മേഖലകളിലും സ്ത്രീകൾ കഴിവുകൾ തെളിയിക്കുകയും ഓടി നടക്കുകയും അവർ വീടിൻ്റെ അധികാര കേന്ദ്രങ്ങളെ മുഴുവൻ പൊളിച്ചു മാറ്റിക്കൊണ്ട് വീടിൻ്റെ പാട്രിയാർക്കൽ അധികാര വ്യവസ്ഥകളോട് ബൈ പറഞ്ഞുകൊണ്ട് അവർ സാമൂഹിക രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിച്ചെന്നിടത്തെല്ലാം ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടെ കഠിന അധ്വാനത്തിലൂടെ അവർ തങ്ങളുടെ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾക്ക് ഇത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഒരു മുൻവിധിയുണ്ട്. അവൾക്ക് എന്തറിയാം എന്നൊരു മുൻവിധിയെ ആദ്യം തന്നെ മറികടക്കേണ്ടതുണ്ട്. ആ മുൻവിധിയെ മറികടന്നുകൊണ്ടാണ് എല്ലാ മേഖലകളിലും സ്ത്രീകൾ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ മാത്രം ഇപ്പോഴും നമ്മൾ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന ഒരു പെൺ മെമ്മോറിയലിന് വേണ്ടി ഒപ്പുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ. സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പ് 17-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ട് ഒപ്പ് ചുരുളിന് വരികയാണ്. തുല്യ പ്രാതിനിധ്യമാണ് ചോദ്യം. തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ മുഖ്യമന്ത്രി ഉണ്ടാവില്ലേ എന്ന ചോദ്യം പോലും ആദ്യം ഉയരേണ്ട സംസ്ഥാനം കേരളമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേരളം അത്രമാത്രം നമ്പർ 1 ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ജയലളിതയായാലും മായാവതി ആയാലും മമതാ ബാനർജി ആയാലും റാബ്രി ദേവി ആയാലും വിജയരാജ സിന്ധ്യ ആയാലും ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട്. കേരളം എന്തുകൊണ്ടാണ് ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇതുവരെ ആലോചിക്കാത്തത്? ഇതിനെക്കുറിച്ച് ആണ് നമ്മൾ ചോദിക്കുന്നത്. സത്യത്തിൽ കേരളം നമ്പർ 1 എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ ആ ചോദ്യത്തിൽ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. എനിക്ക് ആദ്യം ശ്രീമതി ഗീനാകുമാരിയോടാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതും. നമുക്കൊക്കെ സാധാരണക്കാർക്ക്, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ചാനലിൽ ഇതിൻ്റെ ചർച്ചകൾ കണ്ടിരിക്കാനും മാത്രമേ അവകാശമുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമില്ല. ആര് മന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകണം എന്നൊന്നും നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. പക്ഷെ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ, ഉന്നതാധികാര സമിതികളിൽ, പാർട്ടിക്കകത്തുള്ളവർക്കാണ് ഇതിൻ്റെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് തീരുമാനിക്കാൻ കഴിയുക. പാർട്ടിയുടെ ഉന്നതാധികാര സമിതികളിൽ എന്തുകൊണ്ട് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുന്നില്ല? ഈ തുല്യ പ്രാതിനിധ്യം ഇപ്പം നമ്മൾ പറയാറുണ്ട്, 2 പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കാം, ഒരു വേദിയിൽ പ്രസംഗിക്കണമെങ്കിലും 2 പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കാം. എന്നാൽ നമ്മൾ ഒരിക്കലും പറയാറില്ല 2 ആണുങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തേക്കാം എന്ന് പറയാറില്ല. പെണ്ണുങ്ങൾക്കാണ് ഈ പ്രാതിനിധ്യം ഇങ്ങനെ ഒരു സൗജന്യം പോലെ കൊടുക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ ഉന്നതാധികാര സമിതികളിൽ, നയരൂപീകരണ സമിതികളിൽ സ്ത്രീകൾക്ക് എന്താണ് അതിന് തടസ്സം എന്നുള്ളതാണ്. അവിടെ സ്ത്രീകളുടെ വോയിസ്, തീർച്ചയായിട്ടും അവിടെ വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ആരാകണം, മന്ത്രിമാരാകണം എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു ഉത്തരം പാർട്ടിയുടെ നയരൂപീകരണ സമിതികളിലും ഉന്നതാധികാര സമിതികളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്തുകൊണ്ടാണ് കുറയുന്നത്? ഒന്ന്, ഞാൻ നയരൂപീകരണ സമിതിയിലുള്ള ആളല്ല. ഞാനൊരു CPM-ൻ്റെ പാർട്ടി അംഗമാണ്. പക്ഷേ എങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്നല്ല, ലോകത്തെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സംവരണം ആദ്യം ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനുശേഷം കഴിഞ്ഞ 2022 CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ ഭരണഘടന അമെൻഡ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഏജിൻ്റെ കാര്യമാണ്. ഇവിടെ നൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ CPM-ൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നത് ഒന്ന് സംവരണത്തെ സംബന്ധിച്ചാണ്. അത് തന്നെ കേന്ദ്ര സമിതിക്ക്, എനിക്ക് തോന്നുന്നു 15 ആണെന്ന് തോന്നുന്നു ആർട്ടിക്കിൾ, അതിൽ കേന്ദ്ര സമിതിക്ക്
ഈ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാം. 25% പാർട്ടി അംഗങ്ങൾ സ്ത്രീകളാവണം. അവിടെയാണ് മാം ചോദിച്ചതിൻ്റെ ഉത്തരം. ഒന്ന്, പാർട്ടി അംഗത്വത്തിൽ കൂടുതൽ ആളുകൾ വരിക, ആ അംഗത്വത്തിൽ നിന്ന് അതിൻ്റെ ഉയർന്ന ഘടകങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവുക, പതുക്കെ ജില്ലാ നിലവാരത്തിലേക്ക് സ്ത്രീകൾ ഉണ്ടാവുക. ഇപ്പോൾ എല്ലാ ജില്ലകളിലെ നയരൂപീകരണ വേദികൾ എന്നത് ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അതിലെല്ലായിടത്തും സ്ത്രീകളെ മസ്റ്റായി ഉൾപ്പെടുത്തണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ തവണത്തെ സമ്മേളനം മുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ തുടങ്ങി. സംസ്ഥാന സമിതിയിലും അടക്കം അങ്ങനെ തന്നെയാണ്. ഇത് പറയുമ്പോൾ ഈ ഏതൊരു പ്രസ്ഥാനവും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും ശരി, മറ്റേതൊരു പ്രസ്ഥാനമായാലും ശരി, നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയിലുള്ള പുരുഷാധിപത്യ മൂല്യബോധം അല്ലെങ്കിൽ ആ പൊതുബോധം എല്ലാ പ്രസ്ഥാനങ്ങളിലുള്ളവരെയും, പ്രസ്ഥാനങ്ങളെ ബാധിച്ചു എന്നല്ല, ആ പ്രസ്ഥാനങ്ങളിലുള്ളവരും സ്വാംശീകരിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ പൊതുവിൽ പുറത്ത് നമ്മൾ ചെയ്യുന്ന സമരം പോലെ ഇൻറ്റേർണലി കൂടി വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുള്ള സ്ത്രീകൾ നടത്തിയ ഫൈറ്റിൻ്റെ ഭാഗമായി ആ ഫൈറ്റ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നേതൃത്വം സ്വീകരിച്ച നിലപാട്, അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായി ഈ സംവരണമടക്കം കൊണ്ടുവന്നത്. താഴെത്തട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും നേതൃത്വത്തിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായി നയരൂപീകരണ വേദികളിലേക്ക് വരേണ്ടതുണ്ട് എന്ന സ്വാഭാവിക തത്വം നടക്കില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എന്നൊരു പെൺമുഖ്യമന്ത്രി ഉണ്ടാകും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതെപ്പോൾ വേണം ഉണ്ടാവാം എന്നാണ് എൻ്റെ മറുപടി. പക്ഷെ അതൊരു വലിയ കാര്യമായി, കേവലം ഒരു ആൾ വരുന്നത് ഒരു വലിയ കാര്യമായി ഞാൻ കാണുന്നില്ല. വലിയ കാര്യമാണ്, പക്ഷെ അത് കേവലം ഒരാൾ വന്നാൽ എല്ലാം ഒരുപക്ഷെ കേരള മോഡൽ എന്ന തരത്തിലേക്ക് സ്ത്രീ സമത്വ കേരളം അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ കേരളം കൃത്യമായി പ്രായോഗിക രംഗത്ത് വരും എന്ന് ഞാൻ കാണുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപക്ഷെ മാർഗരറ്റ് താച്ചർ പോലെ അയൺ ലേഡി എന്നൊക്കെ വിശേഷിപ്പിച്ച പോലെയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ശ്രീമതി ഗാന്ധി വന്ന് എത്ര കാലം ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. എത്ര കാലം ഇന്ത്യ ഭരിച്ചു. ആ കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞു? ശ്രീമതി ഗാന്ധിയുടെ പാർട്ടി തന്നെ അതിനുശേഷം വളരെ പവർഫുൾ ആയിരുന്ന ഒരു കാലമുണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? വനിതാ സംവരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദ്രൗപദി മുർമു, ഇന്ത്യൻ പ്രസിഡന്റാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെ എടുത്തു നോക്കിയേ. വളരെ പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധിയെന്ന് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരാളെ ആ സീറ്റിൽ ഇരുത്തി എന്നതുകൊണ്ട് ഇന്ത്യയിലെ ആദിവാസി ദളിത് പിന്നോക്ക സമൂഹത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ കേവലം ഒരാൾ വന്നാൽ മതിയോ? ഒന്നും വേണ്ട. പാർലമെൻറ്റിൻ്റെ 2 സഭയെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരുപക്ഷെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോലും വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കേവലം ഒരു വ്യക്തി വന്നു എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന, ഞാനും ശാരിയച്ചി അടക്കമുള്ളവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സ്ത്രീ സൗഹൃദ കേരളമോ സ്ത്രീ സമത്വ കേരളമോ ലിംഗസമത്വ സമൂഹമോ വാർത്തെടുക്കാൻ കഴിയില്ല. മറിച്ച് എന്നാൽ സ്ത്രീകൾ ഉണ്ടാവണം. എങ്ങനെ? 30% സംവരണം വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം വന്നു. കേവലം സംവരണം മാത്രമായിരുന്നില്ല. ആ സംവരണത്തോടൊപ്പം ജനപ്രതിനിധികളെ കൊണ്ടുവന്നതോടൊപ്പം തന്നെ വനിതാ ഘടക പദ്ധതി, അതിനോടൊപ്പം തന്നെ ഈ വനിതാ ജനപ്രതിനിധികളുടെ ഒരു ബാക്ക് സപ്പോർട്ടായി കുടുംബശ്രീ പ്രസ്ഥാനം, അതുപോലെ തന്നെ ജെൻഡർ ബഡ്ജറ്റിംഗ്, വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഭരണപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ സ്ത്രീ സൗഹൃദ കേരളത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. മറിച്ച് ഒരു മുഖ്യമന്ത്രി മാത്രം ഉണ്ടായിട്ട് കേരളത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം. ഒരു അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ വളരെ പ്രവർത്തന പരിചയമുള്ള സ്ത്രീകളും വളരെ ഈ പറഞ്ഞ പോലെ 100%-ലധികം ആത്മാർത്ഥത കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തന പരിചയമുള്ള സ്ത്രീകളും ഉള്ളവരിൽ നിന്ന്
അധികാര കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തൊഴിച്ചു മാറ്റാൻ എളുപ്പമാണ്, കൂടെ നിർത്താൻ പ്രയാസമാണ് എന്നുള്ളതാണ് പുറത്തു നിന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കഴിവുള്ളവരെ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ എല്ലാ പാർട്ടികൾക്കും വിമുഖതയുണ്ട്. മിണ്ടാതിരിക്കുന്ന കുലീനത, വിധേയത്വം, ബഹുമാനം, ഇതൊക്കെയുള്ള ഫ്യൂഡൽ മൂല്യങ്ങളാണ്. ഈ ഫ്യൂഡൽ മൂല്യങ്ങളെ പിന്തുടരുന്നവർക്കാണ് എല്ലായിടത്തും സ്ഥാനം എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ സ്ത്രീകളുടെ മുഖ്യമന്ത്രിമാരുടെ പേര് പലപ്പോഴും നമ്മൾ പലയിടത്തും കേട്ടിരുന്നു. അവരൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആൺ നേതൃത്വത്തോടൊപ്പം തന്നെ തലയെടുപ്പുള്ളവരും പ്രവൃത്തി പരിചയം തെളിയിച്ചവരും സീനിയറായിട്ടുള്ളവരും, സീനിയോറിറ്റിയുടെയൊക്കെ കാര്യം പറഞ്ഞു, സീനിയറായിട്ടുള്ളവരും ഒക്കെ ആയിരുന്നിട്ടും അവർ പിന്തള്ളപ്പെട്ടു പോയ ചരിത്രം എന്താണ് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാമോ? അല്ല, ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായത് സുജാത കൃപലാനിയാണ്. 1963 ഒക്ടോബറിലാണ് അവർ ആ സ്ഥാനത്തെത്തിയത്. സുജാത കൃപലാനി ഉത്തർപ്രദേശിലെ അത്ര തലയെടുപ്പുള്ള ഒരു വലിയ നേതാവൊന്നും ആയിരുന്നില്ല. ആചാര്യ കൃപലാനിയുടെ സഹധർമ്മിണിയായിരുന്നു സുജാത കൃപലാനി. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായത് 1948-49 കാലത്ത് ആചാര്യ കൃപലാനി കോൺഗ്രസ് വിട്ടുപോയി. അത് ആദ്യം പ്രജാ പാർട്ടി ഉണ്ടാക്കി, പിന്നെ PSP, നമ്മുടെ ശ്രേയംസ് കുമാറിൻ്റെ പിതാമഹൻ്റെ പാർട്ടിയാണ് PSP. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയാൻ വേണ്ടല്ലോ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം പ്രതിപക്ഷത്തെ ഒരു പ്രമുഖ നേതാവായിട്ട് നിൽക്കണം. ഇന്നത്തെ പോലെ അന്ന് പ്രതിപക്ഷം ശക്തമല്ല. പക്ഷേ കൃപലാനി അതിശക്തനായ ഒരു നേതാവായിരുന്നു. നെഹ്റുവിൻ്റെ വലിയ വിമർശകനായിരുന്നു. 1962 യുദ്ധത്തിൽ ചൈനയുമായിട്ട് തോറ്റ് നെഹ്റുവിൻ്റെ ജനപ്രീതി സാമാന്യമായിട്ട് മങ്ങിയ സമയത്ത് ഇദ്ദേഹം ഉത്തർപ്രദേശിൽ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആചാര്യ കൃപലാനിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടും നെഹ്റുവിനെതിരായിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹം പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് 11 മണിക്കാണ്. പക്ഷേ 10 മണിക്ക് തന്നെ പുള്ളി ഈ അവിശ്വാസത്തിനുള്ള നോട്ടീസ് കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. അത്രയും കേമപ്പെട്ട, പിറ്റേ ദിവസത്തേക്ക് ക്ഷമിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ തന്നെ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തു. വലിയ ചർച്ച ഉണ്ടായിരുന്നു. നെഹ്റുവിനെ ഇദ്ദേഹം അതിക്രൂരമായി വിമർശിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നെഹ്റുവിന് തോന്നി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നെഹ്റു എന്താ ചോദിച്ചാൽ, ഇത് ആഗസ്റ്റ് മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിൽ കാമരാജ് പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ ഒരു ഗഡാഗഡിയൻ നേതാവാണ് ചന്ദ്രഭാനു ഗുപ്ത, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും സ്ഥാനത്ത് സുജാത കൃപലാനിയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഇപ്പം എങ്ങനെയാണ് സുജാത കൃപലാനി മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായില്ലേ? കൃപലാനിയെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ടാണ് സുജാതയെ മുഖ്യമന്ത്രിയാക്കിയത്. എളിയവനായ ഞാൻ പറയുന്നു, TB തോമസ് ഒരു 3 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ 1980 KR ഗൗരിയമ്മ കേരളത്തിൽ മുഖ്യമന്ത്രിയാകായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഗൗരിയമ്മയോടുള്ള ബഹുമാനം കൊണ്ടല്ല, തോമസിനെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇതാണ് മിക്കവാറും വനിതാ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ സംഭവിച്ചില്ല. ജാനകി രാമേന്ദ്രൻ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ചെയ്തത്? അവർ അതിന് മുമ്പ് പൊതുപ്രവർത്തന രംഗത്ത് വല്ല പരിചയം ഉണ്ടായിരുന്നു, പാരമ്പര്യം ഉണ്ടായിരുന്നു? ഇല്ല. റബറി ദേവി അങ്ങനെയാണ് 7 കൊല്ലോ 8 കൊല്ലോ ബീഹാറിൽ മുഖ്യമന്ത്രി ആയിരുന്നത്. അവർ പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു. വനിതാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? യുവജന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു രംഗത്ത് പ്രവർത്തിച്ചിട്ടില്ല. അവർ ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയപ്പോൾ സ്റ്റെപ്പിനി ആയിട്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി. ഹേമന്ത് സോറൻ ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആ സീറ്റ് കൊടുക്കാൻ പുള്ളി താല്പര്യപ്പെട്ടു. കാരണം ഭാര്യ മാത്രമേ അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ പല ആളുകളും വന്ന് ഇങ്ങനെയാണ്. പിന്നെ അങ്ങനെ അല്ലാതെ വന്ന ആളുകൾ, ഇന്ദിരാഗാന്ധി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. അന്ന് കോൺഗ്രസ്സിൽ വേറെ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല. കോൺഗ്രസ് നേതാക്കന്മാർ നോക്കിയപ്പോൾ നെഹ്റുവിൻ്റെ ആ ഒരു ലെഗസി അത് വോട്ടാക്കി മാറ്റാൻ ഇന്ദിരയാണ് നല്ലത്. പിന്നെ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആകാൻ ആരും ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കി. പക്ഷേ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ദിരാഗാന്ധി കഴിവ് തെളിയിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ മേയർ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ആയ പോലെയോ അല്ലെങ്കിൽ മാർഗരറ്റ് താച്ചർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയ പോലെയോ അല്ല. ഇവരാരെങ്കിലുമൊക്കെ മേൽവിലാസത്തിൽ വന്നവരാണ്. അങ്ങനെ അല്ലാതെ വന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മമതാ ബാനർജിയാണ്. അവർ ഓരോ ഇഞ്ചും ഓരോ സെൻറ്റിമീറ്ററും ഫൈറ്റ് ചെയ്ത് വന്നതാണ്. എനിക്കതുകൊണ്ടാണ് ഈ മമതാ ബാനർജിയോട് വലിയ ബഹുമാനം. രാഷ്ട്രീയമായിട്ട് നമുക്ക് അവരോട് വിയോജിപ്പുണ്ട്, അവരുടെ പ്രവർത്തന ശൈലിയോട് ഭയങ്കരമായ എതിർപ്പുണ്ട്. പക്ഷേ ഓരോ ഇഞ്ചും ഓരോ സെൻറ്റിമീറ്ററും പൊരുതി നേടി ആ സ്ഥാനത്തെത്തിയ ഒരാളാണ് മമതാ ബാനർജി. ഇതിൻ്റെ അർത്ഥം ഗൗരിയമ്മ കേരള മുഖ്യമന്ത്രിയാകാൻ യോഗ്യമല്ല എന്നല്ല കേട്ടോ. സത്യത്തിൽ കേരളത്തിൽ പണ്ടേ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഏറ്റവും അർഹതയുള്ള ആളുകളല്ല ഓരോ സ്ഥാനത്തും വരുന്നത്. കെ കരുണാകരൻ്റെ സ്ഥാനത്ത് കരുണാകരന് ശേഷം UDF നിന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് KM മാണിയാണ് എന്ന് വിചാരിക്കുന്ന ആളെയാണ്. കാരണം KM മാണിക്ക് അതിനുള്ള ത്രാണി ഉണ്ടായിരുന്നു, ആളുകളെ കൂട്ടിയോപിച്ചുകൊണ്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ആയത് AK ആൻ്റണിയാണ്.
അതുപോലെ ഈ അച്യുതമേനു ശേഷം LDF നിന്ന് ആകേണ്ടിയിരുന്നത് ബേബി ജോണായിരുന്നു, പക്ഷെ ആയത് നയനാരാണ്. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കും. നമ്മളിപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റാളായിരുന്നെങ്കിൽ കേമാവും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, പലപ്പോഴും ഇങ്ങനെ സംഭവിക്കും. ഇവിടെ ഗീനാകുമാരി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പ്രത്യേക വ്യക്തി മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകുന്നത് കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു വലിയ ഉന്നമനം ഉണ്ടാകുന്നു പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ഇന്ദിരാഗാന്ധി എത്രയോ കൊല്ലം ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്നു, എന്നിട്ട് സ്ത്രീകളുടെ സ്ഥിതിയിൽ അത്ര വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഇനി ഇപ്പം മുഖ്യമന്ത്രിമാരായ ആളുകളുടെ കാര്യം പറഞ്ഞ് ആനി മസ്ക്രീൻ കഴിവില്ലാത്ത ആളായിരുന്നു, എത്ര സമര പാരമ്പര്യമുള്ള ആളായിരുന്നു. തിരുവിതാംകൂർ രാജ്യത്ത്, തിരുവിതാംകൂർ സംസ്ഥാനത്ത് വെറും മന്ത്രി പോലും ആയില്ല. അക്കാമ ചെറിയാൻ ഒട്ടും മോശക്കാരിയല്ലല്ലോ. 1938 അതിഗംഭീരമായ സമരം നയിച്ച് അവരുടെ പ്രതിമ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രതിമ ശരീരിയായിട്ട് തുടരുകയാണ്. അവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുകച്ച് പുറത്താക്കി. ആനി മസ്ക്രീനെ പുറത്താക്കി. അവർ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാർലമെന്റിലേക്ക് ജയിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ വലിയ ത്യാഗം അനുഭവിച്ച ആളുകൾ, വലിയ സമരങ്ങൾ നയിച്ച ആളുകൾ പലരും ഇതുപോലെ പുറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. ആനി മസ്ക്രീനായാലും അക്കമ്മ ചെറിയാനായാലും ഗൗരി അമ്മയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ താത്വികമായിട്ട് പറഞ്ഞാൽ, ഗീനാകുമാരി പറഞ്ഞതല്ല എൻ്റെ സത്യം, പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സത്യം ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മരീചികയാണ്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു മിമിക്രിയാണ്. അത് ഇന്ത്യയുടെ കുഴപ്പമാണ്, അത് ജനാധിപത്യത്തിൻ്റെ കുഴപ്പമില്ല. കാരണം ഇന്ത്യ പോലെ ഫ്യൂഡൽ സമൂഹത്തിൽ ജനാധിപത്യം, പാശ്ചാത്യ രീതിയിലുള്ള ജനാധിപത്യം വിജയിക്കില്ല. അത് നോർവേയിൽ, സ്വീഡനിൽ, ഡെൻമാർക്കിൽ, സ്വിറ്റ്സർലൻഡിലൊക്കെ വിജയിക്കും. കാരണം ആ രാജ്യങ്ങളിൽ അതിന് പറ്റിയ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഉണ്ട്. മുതലാളിത്ത സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യം വിജയിക്കുള്ളൂ. ഇന്ത്യ പോലെ ഒരു ഫ്യൂഡൽ സമൂഹത്തിൽ ഇത്രയൊക്കെയുള്ള ജനാധിപത്യം ഉണ്ടാകുകയുള്ളൂ. ഇത് നമ്മൾ പറിച്ച് നട്ട ഒരു ചെടിയാണ്. ചെറിയോ ആപ്രിക്കോട്ടോ നമ്മുടെ പറമ്പിൽ പറിച്ചിട്ട് എങ്ങനെ ഇരിക്കും? അതിൽ കായുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കായുണ്ടായി തന്നെ അതിന് സ്വാദം ഉണ്ടാവില്ല എന്നുള്ളതിന് ഉറപ്പാണ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള വിജയിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഇവിടെ ഇല്ല. ഇതിപ്പോൾ സ്ത്രീകളുടെ കാര്യം നമ്മൾ നോക്കില്ല. പട്ടികജാതിക്കാരുടെ സ്ഥിതി നോക്കൂ. കേരളത്തിൽ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ ആഭ്യന്തരമന്ത്രിയായിട്ടോ വ്യവസായ മന്ത്രിയായിട്ടോ ആരോഗ്യമന്ത്രിയായിട്ടോ കൃഷിമന്ത്രി പോലും ആയിട്ടില്ല. എന്താകത്ത്? എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അവർക്ക് ഭരണഘടനാപരമായിട്ട് സംരക്ഷണമുണ്ട്, സംവരണമുണ്ട്. എല്ലാ മന്ത്രിസഭയിലും ഒരാളുണ്ടാവും. പക്ഷേ എല്ലാ മന്ത്രിക്കും ഏത് കാലത്തും കിട്ടുന്ന വകുപ്പ് ഏതായിരിക്കും? പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം. അല്ല ആ വകുപ്പ് മാത്രമായിരിക്കും. അതിൻ്റെ പുറത്ത് ദേവസ്വമോ ബ്രഹ്മസ്വമോ അല്ലെങ്കിൽ സ്പോർട്സോ യുവജനക്ഷേമമോ മാത്രമായിരിക്കും. എന്താ കൊടുക്കാത്തത്? എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ആവുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നമ്മൾ അത്യാഗ്രഹം പറഞ്ഞത് ശരിയല്ലോ. അത്യാഗ്രഹം ആർക്കും നല്ലതല്ല. പക്ഷേ ഒരു പട്ടികജാതിക്കാരനെ ആരോഗ്യമന്ത്രി ആക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? MA കുട്ടപ്പൻ MBBS പാസ്സായ ആളായിരുന്നല്ലോ. AK ആന്റണി വലിയ ആദർശക്കാരനുള്ളത്. ജേക്കബ് ജോർജിനോട് ഞാൻ ചോദിക്കുകയാണ്, AK ആന്റണി ആദർശധീരനായ മുഖ്യമന്ത്രിയായിരുന്നു. MA കുട്ടപ്പൻ ആരോഗ്യവകുപ്പ് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയോ? തോന്നിയില്ല. അദ്ദേഹം അത് അഡ്വക്കേറ്റ് ശങ്കരനെ ഏൽപ്പിച്ചു. അല്ല, ശങ്കരൻ അതിനുമാത്രത്തിന് വലിയ പ്രാഗൽഭ്യമുള്ള ആളെങ്കിൽ കുഴപ്പമില്ല. അതുമല്ല, അഡ്വക്കേറ്റ് ശങ്കരൻ ആരോഗ്യമന്ത്രിയും MA കുട്ടപ്പൻ സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പുകളുടെ അധിക ചുമതലയുള്ള പട്ടികജാതി പട്ടികവർഗ മന്ത്രി മാത്രമായി. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ പിന്തുണപ്പെടുന്നു, സ്ത്രീകൾ മാത്രമല്ല. പിന്നെ ബൈ ദ ലാപ്സ് ഓഫ് ടൈം ഇവർക്ക് കുറച്ചുകൂടി റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. UDF നിന്ന് ആദ്യമായിട്ട് ഒരു വനിതാ മന്ത്രിയായത് M കമലമാണ് 82. പിന്നെ പത്മയാണ്, പിന്നെ ഗൗരിയമ്മയാണ്, പിന്നെ ജയലക്ഷ്മിയാണ്. ജയലക്ഷ്മിയാണ്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മുതലേ ഗൗരിയമ്മ ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം 3 പേര് മന്ത്രിമാരായിട്ട് നല്ല കാര്യമാണ്. 3 വനിതകൾ മന്ത്രിയാവുന്നത് നല്ലതാണ്. അടുത്ത പ്രാവശ്യം 9 4 എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഒരു തീർച്ചയായിട്ടും അവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരർഹിക്കുന്ന രീതിയിൽ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യം. ഒരു സാധാരണീകരിച്ച അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇവിടെ. അങ്ങനെയൊക്കെ എന്നാൽ പിന്നെ ആണുങ്ങളങ്ങ് ആയിക്കോട്ടെ എന്ന എന്തുകൊണ്ട് സ്ത്രീകളായിക്കൂടാ? ഒരു ഏതായാലും മുഖ്യമന്ത്രിയൊക്കെ ആകുന്നുണ്ട്. ഒരു പെണ്ണ് മുഖ്യമന്ത്രി ആയാലും എന്താണ്? അതാണ് ഒരു ഏതായാലും ആരായാലും വിശേഷം ഇല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണായാലും എന്താണ്? അത് ആരായാലും ഒരുപോലെയാണെങ്കിൽ ഈ വികസിത രാജ്യങ്ങളിലും ഏറെക്കുറെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി. ഞാൻ ചെറിയ കാര്യം, സ്ത്രീകൾക്ക് വോട്ടവകാശം ഈ 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനെ ഇളക്കി മറിച്ച ഒരു വലിയ പ്രക്ഷോഭം നടന്നു. ചാർട്ടിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയാം. വോട്ടവകാശം സാർവത്രികമാക്കാനുള്ള ഒരു അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ് യൂണിവേഴ്സൽ മാൻഹുഡ് സഫറേജാണ്. അതായത് പ്രായപൂർത്തി എത്തിയ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം കൊടുക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. സ്ത്രീകൾക്ക് വോട്ടവകാശം അവർ പോലും ചോദിച്ചില്ല. സ്ത്രീകൾക്ക് വോട്ടവകാശം ആദ്യമായിട്ട് കിട്ടിയത് 1ാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ്. അന്ന് സ്ത്രീകളുടെ വോട്ട് ചെയ്യാനുള്ള പ്രായം 30 വയസ്സാണ്, പുരുഷന്മാരുടെ 21 വയസ്സാണ്. എന്നൊന്ന് വീണയിലേക്ക് വന്നു. ഇതിപ്പം ഞങ്ങൾ സ്ത്രീകൾക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ 3 ഭാഗമായിട്ടിരുന്ന് അല്ലെ 4 ഭാഗമായിട്ടിരുന്ന് തർക്കിക്കുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഈ അധികാരത്തിലിരുന്ന് മതിയാകാത്ത കുറച്ച് ആണുങ്ങളെയായിരുന്നു ചോദ്യം ചോദിക്കാൻ കിട്ടേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ
എൻ്റെ ചോദ്യവും ഉത്തരവും എനിക്കും വീണയ്ക്കും ഗീനാകുമാരിക്കും ജയശങ്കറിനും അറിയാവുന്നതാണ്. പക്ഷേ കുറച്ച് അധികാരത്തിൽ ഇരുന്നിട്ട് ഈ എത്ര ഉണ്ടാലും മതിയാകാത്ത, എത്ര കിട്ടിയാലും പിന്നെയും പോരട്ടെ, ഞങ്ങൾക്ക് മിച്ചം വന്നിട്ട് വിളമ്പി അടുക്കള ഭാഗത്തിരിക്കുന്നവർക്ക് വിളമ്പി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന പഴയ ആ ഫ്യൂഡൽ മനോഭാവത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പാട്രിയാർക്കൽ അല്ലെങ്കിൽ പുരുഷാധികാര വ്യവസ്ഥ ഇപ്പോഴും നിൽക്കുന്നത്. അത് മറ്റൊരു മേഖലയിലും ഇത്രയ്ക്കില്ല. അത് അധികാരമുള്ളത് കൊണ്ടാണ്, പണമുള്ളത് കൊണ്ടാണ്, സ്വാധീനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എന്നാലും എനിക്കിപ്പം തോന്നുകയാണ്, ജയലളിത കേട്ടിട്ടുണ്ട്, ജയലളിത ഒരു വേദിയിൽ കസേര ഇട്ടാൽ വേറെ ഒരു കസേര ഇടില്ലായിരുന്നു, ജയലളിതയ്ക്കുള്ള കസേര ഇടുകയുള്ളായിരുന്നു എന്ന്. അതെന്തുകൊണ്ടാണെന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു കസേര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് ഇരിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം ജയലളിത അത് ബുദ്ധിപൂർവ്വം ചെയ്തത്. അതിനെപ്പറ്റി ബാലകൃഷ്ണപിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നടക്കും, അവിടെ മുഖ്യമന്ത്രി ആണാണെന്ന്. അല്ല, ആ പ്രയോഗം അത് ഞാൻ വീണയോട് അതും കൂടെ ചോദിക്കാം. രമേശ്, ഇവിടെ ആന്റണി ആയിരുന്നു. അല്ല, ഈ ആണാണ് നട്ടല് എന്നുള്ള പ്രയോഗം നമ്മളെപ്പോഴും, ഞാൻ വീണയോട് ചോദിക്കാൻ വരുമ്പം അതും കൂടി ഒരു ചോദ്യമുണ്ട്. ഈ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെ പറയാറുണ്ട്, പിണറായി അധികാരത്തിലേറിയപ്പോൾ ഒരു നട്ടലുള്ള മുഖ്യമന്ത്രി ആയിരിക്കും, ഒരു ആണായ മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇത്തരം പ്രയോഗങ്ങളിൽ നിന്ന് പോലും, ഈ പൊളിറ്റിക്കലി കറക്റ്റാകാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് പോലും ഇത്തരം പ്രയോഗങ്ങളിൽ നിന്ന് പോലും രാഷ്ട്രീയ നേതൃത്വം, അത് രമേശ് ചെന്നിത്തലയുടെയും കെ സുധാകരൻ്റെയും വായിൽ നിന്നാണ് അവസാനം കേട്ടത്. അപ്പോൾ അത്തരം മനോഭാവമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടയിൽ നിന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിൽ നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനുള്ള ഉന്നതാധികാര സമിതികളിൽ ഗീനയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, ഉണ്ടാകുമോ? അല്ല, വീണ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം, എനിക്കറിയാം വീണയുടെയും എൻ്റെയും ഗീനയുടെയും നമ്മുടെ എല്ലാ നിസ്സഹായതകൾ അറിഞ്ഞുകൊണ്ടാണ്. ഇത് പണ്ട് മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിക്കാൻ ഒരിടവും പോകരുത്, താടിയല് വേദനിക്കും എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ലെന്ന്. അതുകൊണ്ട് ഈ ചർച്ച കൊണ്ട് താടിയല് വേദനിക്കും എന്നല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ലെന്നറിയാം. എങ്കിലും വീണയോട് ചോദിക്കുകയാണ്, ഈ എന്താണ് അങ്ങനെ ഒരു തുല്യ പ്രാതിനിധ്യം, നമ്മളെപ്പോഴും 33% പറയുന്നത്, തുല്യ പ്രാതിനിധ്യത്തെക്കുറിച്ച് എന്ന് സംസാരിച്ചു തുടങ്ങും എന്നുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, 2024 നമ്മളല്ലേ, ഇന്നേക്ക് 100 വർഷം മുമ്പ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു വനിത മെമ്പറായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറായി നോമിനേറ്റ് ചെയ്തതിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ ഇവിടെ കസേര ഇട്ടിരുന്ന് വനിതാ മുഖ്യമന്ത്രി എന്നാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നുള്ള വലിയ ചൂട് പിടിച്ച ചർച്ചകൾ നടത്തുകയാണ്. നേരത്തെ ജയശങ്കർ സാറ് പറഞ്ഞു, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 60 വർഷം മുമ്പ് വനിതാ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, ഗോവയിൽ വന്നിട്ടുണ്ട്, ആസാമിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അൻവറ തൈമൂറിനെ പോലുള്ളവർ വന്നിട്ടുണ്ട്, പഞ്ചാബിൽ വന്നു, ബീഹാറിൽ വന്നു. 16 വനിതകൾ ഇതുവരെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. ഇനി മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക്, സത്യത്തിൽ ഈ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലരോടും വിളിച്ച് നമ്മൾ സ്വാഭാവികമായും ചർച്ച ചെയ്യുമല്ലോ, എന്തായിരിക്കാം കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഇതുവരെ വരാത്തത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തുകൊണ്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കാത്തത് എന്ന്. അപ്പോൾ എനിക്ക് വളരെ ലളിതമായി കിട്ടിയ ഉത്തരം, ഇതുവരെ കേരളത്തിൽ അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെ വളരെ ചാതുര്യത്തോടുകൂടി കൈപ്പിടിയിൽ ഒതുക്കുന്ന ശക്തയായ ഒരു വനിത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ KR ഗൗരി അമ്മയുടെ കാര്യം ജയശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു ജനറിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ വന്നത് ഇത്തരത്തിലാണ്. ഒരുപക്ഷെ ആയിരിക്കാം, കാരണം നമ്മളിവിടെ വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയെ പോലെ, ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പൗരുഷം തുളുമ്പി നിൽക്കുന്ന സ്ത്രീ, അത്തരത്തിലുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ ജയലളിതയെ പോലുള്ള ഫിഗേഴ്സ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാഡം ചോദിച്ചു, എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു വനിതാ ഫേസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം കേരളത്തിൽ അത്ര എളുപ്പമാകില്ല എന്നുള്ളതായിരിക്കും. ഇത് നടക്കില്ല എന്നല്ല, ഇത് നടക്കാം. പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ
രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ മനോഹരമായി ഒതുക്കി വെക്കാൻ പറ്റുന്ന സൊസൈറ്റിയിലുള്ള പാട്രിയാർക്കിയെ വനിതാ മുഖ്യമന്ത്രി വരാത്തത് രാഷ്ട്രീയത്തിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ അതിലുമുപരി സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കിടുന്ന ഒരു കടിഞ്ഞാണിൻ്റെ കൂടി ഭാഗമാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം നമ്മളിലേക്ക് പല അവകാശങ്ങൾ കയ്യിൽ കൊണ്ട് തന്നാലും അത് നമുക്ക് വേണമോ വേണ്ടയോ എന്ന് തൊട്ടടുത്തുള്ള പുരുഷന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള പുരുഷന്മാരുടെ സമൂഹത്തിലെ പുരുഷന്മാരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അഭിപ്രായം രൂപീകരിച്ച് പറയുന്ന സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം അത്തരത്തിലൊരു വലിയ മാറ്റത്തിലേക്ക് എത്താൻ നമുക്ക് സമയമെടുക്കും. പക്ഷേ നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങളിൽ വനിതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സാഹചര്യങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്നാലും നമുക്കൊരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്, വനിതാ ഗവർണർമാരുണ്ടായിട്ടുണ്ട്, ലോക്സഭയിൽ വനിതാ സ്പീക്കർ ഉണ്ടായിട്ടുണ്ട്, വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, എല്ലാ പദവിയും അലങ്കരിക്കുന്ന തരത്തിലുള്ള ശക്തരായിട്ടുള്ള വനിതകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി മാത്രമല്ല, വനിതാ സ്പീക്കറും ഇല്ല, ഉണ്ടായിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ വരെ വനിതയ്ക്ക് എത്താൻ സാധിച്ചു. പക്ഷേ ഇതുവരെ കേരളത്തിലൊരു വനിതാ സ്പീക്കർ, അതായത് 140 MLA-മാരുള്ള ഒരു സഭയെ പോലും നിയന്ത്രിക്കാൻ ഒരു വനിതയിൽ വിശ്വാസമർപ്പിച്ച് ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സ്ത്രീകൾ സ്വന്തം എബിലിറ്റി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പാട്രിയാർക്കൽ വ്യവസ്ഥിതിയെ ബീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് വരാത്തിടത്തോളം കാലം നമ്മളെ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ ചവിട്ടി നിർത്താനോ ഒക്കെ സാധിക്കും. ഇപ്പം ഞാൻ പൊളിറ്റിക്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ്, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വനിതയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂള് മറ്റൊരു വനിതയായിരിക്കും. ഇതൊരു ഫാക്റ്റാണ്. ഒരു വനിതയെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൂള് വനിതയാണ്. അപ്പോൾ വനിതകൾക്കിടയിൽ പോലും നമ്മൾ ആ ഒരു ഫീലിംഗ് ഇല്ലാത്ത ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വനിതയ്ക്ക് സ്പീക്കറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ, എന്തിന് കേരള നിയമസഭയിൽ ഇപ്പോൾ ആകെയുള്ളത് 12 വനിതാ MLA-മാർ മാത്രമാണ്. ഒന്ന് ആലോചിക്കാം, 140 പേരിൽ വെറും 12 വനിതാ MLA-മാരിലേക്ക് നമ്മുടെ നിയമസഭ ചുരുങ്ങിപ്പോകുന്നു. വനിതകളെ കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കാൻഡിഡേറ്റ് ആക്കാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മളിവിടെ ഈ ഇരുന്ന് സംസാരിക്കുന്ന നിയോജക മണ്ഡലം ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമാണ്. കെ മുരളീധരൻ സാറിനെ പോലെ പ്രഗത്ഭരായിട്ടുള്ളവർ മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ള സീറ്റിൽ താരതമ്യേന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ, എന്നെപ്പോലെയുള്ള ഒരാൾ, എത്രയോ സീനിയോറിറ്റി 35-40 വർഷം വട്ടിയൂർക്കാവിലെ ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളവരൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള യങ് ഫേസസിനെ ഫീൽഡ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ ഏത് തരത്തിലാണ് സൊസൈറ്റി ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് വനിതാ MLA-മാർ വേണം. അത് ഈ 33% സംവരണം കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫീൽഡ് ചെയ്യുന്ന വനിതകൾ കേപ്പബിൾ ആയിട്ടുള്ള, സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, കാര്യങ്ങൾക്ക് നിരീക്ഷണ പാടവമുള്ള എത്ര സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാൻ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിക്കുമെന്നുള്ളത് നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഭാഗത്ത് നേർച്ചയായി മാറുകയും കല്യാണ വീടുകളിലേക്കും മരണ വീടുകളിലേക്കും ഒക്കെ ചുരുങ്ങിപ്പോകുന്ന വനിതാ നേതാക്കന്മാരെ കൊണ്ട് നമ്മുടെ അസംബ്ലികൾ ചുരുങ്ങുമെന്നുള്ളതാണ് എൻ്റെ എളിയ നിരീക്ഷണം. അപ്പോൾ പൗരുഷമാകാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എന്താ പറയേണ്ട ഒരു നമ്മളെ ജെൻഡർ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പറയാണ്. ഞാൻ പറഞ്ഞ മെയിലും ഫീമെയിലും അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ മേ ബി ടെക്നിക്കലി നമുക്ക് വേണമായിരിക്കും. പക്ഷെ അതിനപ്പുറം നമ്മൾ ഫീമെയിലാണ്, ഈ പറയുന്ന ദർ ഇസ് എ മെയിൽ ഇൻ എവ്രി ഫീമെയിൽ എന്ന് ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ചങ്ങലകളെയൊക്കെ പൊളിച്ച് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ഒപ്പം വളർത്തിക്കൊണ്ടുവരുന്ന കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടും വളരെ പ്രധാനമാണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞോട്ടെ. പാട്രിയാർക്കൽ മൂല്യങ്ങളുടെ പതാകവാഹകരാകുന്നതിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാട്രിയാർക്കി അങ്ങനെയാണ് അവരെ പരുവപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് സമരങ്ങളുടെ മുന്നിൽ
സ്ത്രീകളാണ്. ഇപ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് ഒപ്പിടാൻ നടക്കുന്നതും അവർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ പെൺചുരുൾ അല്ലെ ഈ പെൺ ഇതിൻ്റെ ചുരുൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാനായിട്ട് പോകുന്നതും എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ ഈ പക്ഷേ രാഷ്ട്രീയത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ആണുങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമം, അതായത് കോറികളെ എങ്ങനെ മയക്കിയെടുക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ വരുതിക്ക് നിർത്താം, അഴിമതിയിലേക്ക് എങ്ങനെ അഴിമതി ഞങ്ങളെപ്പോലെ ഞങ്ങളെപ്പോലെ ആകാനുള്ള ഒരു ട്രെയിനിങ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആൺ മുഖ്യമന്ത്രി ആയാലും അല്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് ആണായാലും എന്താ പെണ്ണായാലും എന്താന്ന് ചോദിക്കാൻ പാടില്ല, പെണ്ണാവുക തന്നെ വേണം. പക്ഷെ ആണിനെ പോലെയുള്ള പെണ്ണുങ്ങളെ നിർമ്മിച്ചെടുക്കാൻ അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട് പിന്നെ പാർട്ടികളിൽ, ഞാൻ ഒരു പാർട്ടിയെക്കുറിച്ചല്ല ചോദിക്കുന്നത്, അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ പഠിപ്പിക്കപ്പെടുന്ന പരിശീലിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആണിനെ പോലെ ആകാനുള്ള സ്ത്രീകളുടെ ഒരു പിന്നെ പ്രാതിനിധ്യം രാഷ്ട്രീയ പാർട്ടികളിൽ പൊതുവെ കൂടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഗീനകുമാരിയോട് അല്ല, എനിക്ക് നേരത്തെ ശാരിച്ച് പറഞ്ഞാലും ആണായാലെന്താ പെണ്ണായാലെന്താ, അപ്പോൾ എന്നാൽ പിന്നെ പെണ്ണുങ്ങൾ വരട്ടെ, അത് അത് ആ ഒരു എന്താണ് ഇതായിട്ടുള്ള കമൻ്റ് ആയാലും അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം സ്ത്രീ പ്രാതിനിധ്യം എവിടെയാണോ വന്നിട്ടുള്ളത് ആ വന്നിട്ടുള്ള മേഖലകൾ അതിൻ്റേതായ ഇടപെടൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജനകീയാസൂത്രണത്തിൻ്റെയോ 33% സംവരണത്തിൻ്റെയോ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപന നേതൃത്വത്തിലേക്ക് വന്ന് ഭരണ മികവ് തെളിയിച്ചതിൻ്റെ ഒന്നും ഉദാഹരണം ഞാൻ വിശദീകരിക്കുന്നില്ല. തീർച്ചയായും പ്രാദേശിക ജനാധിപത്യ വേദികളിൽ വളരെ കൃത്യമായി സ്ത്രീകളെ ബോധപൂർവം കൊണ്ടുവരാനും ആ കൊണ്ടുവന്ന സ്ത്രീകൾ വളരെ കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ എന്താണ് സ്ത്രീ രൂപമുള്ള അല്ലെങ്കിൽ പുരുഷ സ്വഭാവിയായിട്ടുള്ള സ്ത്രീകളായിരുന്നു ഈ നല്ല ഭരണകർത്താക്കൾ എന്ന അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മേയറായാലും ശരി, കോഴിക്കോടിൻ്റെ മേയറായാലും ശരി, തിരുവനന്തപുരം മേയറായാലും ശരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നാലും ശരി, മന്ത്രിമാരായിരുന്ന ആളുകളായാലും ശരി, അത് ലെഫ്റ്റ് ആയിക്കോട്ടെ, റൈറ്റ് UDF ആയിക്കോട്ടെ, ജയലക്ഷ്മി ആയിക്കോട്ടെ, ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, ശ്രീമതി ടീച്ചർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഭരണ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അവർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പായി വന്ന് തന്നെയാണ്, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷ മന്ത്രിമാരായി വന്നവർ മിക്കവാറും എല്ലാവരും തന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വമായി വന്ന് ആ രാഷ്ട്രീയ നേതൃത്വത്തെ അതാത് പ്രദേശങ്ങൾ അംഗീകരിക്കപ്പെട്ട് അങ്ങനെ വന്നവരാണ്. ഇവരൊന്നും തന്നെ അവനവൻ്റെ സ്ത്രീ എന്ന തരത്തിലുള്ള, എനിക്ക് അത് മനസ്സിലായില്ല, സ്ത്രീ രൂപം അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഈ പറയുന്ന കർക്കശ സ്വഭാവമോ അല്ലെങ്കിൽ അത്തരം അഴിമതിയോ അത്തരം കാര്യങ്ങളും ഉള്ള ആളുകളായിരുന്നില്ല ഇപ്പോൾ ആൾറെഡി കേരളത്തിൻ്റെ പൊതു മണ്ഡലങ്ങളിൽ നേതാക്കന്മാരായി വന്നത്. അത് കോൺഗ്രസ്സുകാരെ കുറിച്ചും ഞാൻ അങ്ങനെ പറയുന്നില്ല, പത്മജ വേണുഗോപാലിനെ കുറിച്ചും പറയുന്നില്ല, വീണയെക്കുറിച്ചും പറയുന്നില്ല. അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. വീണയുടെ കാര്യം പറഞ്ഞു. വീണയെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ജനപ്രതിനിധിയാക്കാൻ വേണ്ടി അവരുടെ പ്രസ്ഥാനം തീരുമാനിച്ചത് അത്തരത്തിലുള്ള സ്വഭാവമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ടല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇവിടെ ആണായാലെന്താ പെണ്ണായാലെന്താ എന്ന കാര്യത്തിൽ തീർച്ചയായും വ്യത്യാസമുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ, അവർ അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ, അധികാരം ഉള്ളിടത്ത് മാത്രമാണ്, ആ അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അധികാരമുണ്ടെങ്കിലേ അംഗീകാരമുള്ളൂ. ഒരു സംശയമില്ല. ഇവിടെ നിങ്ങൾ ഒരു മന്ത്രി വന്നിരുന്ന് സംസാരിച്ച് നോക്കട്ടെ, ആ അധികാരം കയ്യിൽ പിടിക്കുന്ന ആൾ വന്നാൽ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അധികാര രംഗത്തില്ലാത്ത നമ്മൾ മൂന്നാളും വന്നിരുന്ന് സംസാരിച്ചാൽ നിങ്ങളൊക്കെ എത്ര സംസാരിച്ചിട്ട് എവിടെ പോന്നു എന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന പൊതു ഫീലിംഗ് തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അധികാരത്തിന് അതിൻ്റേതായ അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിലേക്ക് സ്ത്രീകൾ എത്തണം. ആ അംഗീകാരം തന്നെ തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലിൻ്റെ ഭാഗമായി ആർജിച്ചവരെ കേരളത്തിൽ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പേരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ്. ആണായാലും എന്താ പെണ്ണായാലും എന്താന്ന് ഞാനല്ല ചോദിച്ചത്. പെണ്ണ് തന്നെ വേണം എന്താ നിർബന്ധം എന്ന് ഇവർ രണ്ടുപേരാണ് ചോദിച്ചത്. ഞാൻ പെണ്ണ് തന്നെ അധികാര കേന്ദ്രങ്ങളിലേക്ക് വരണം. അധികാരമുള്ള സ്ത്രീക്ക് വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ അധികാരം ഞാൻ സ്ഥാപിച്ചെടുത്ത അധികാരമാണ്. എന്നെ ചോദ്യം ചെയ്യാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഭയമാണ്. അത് ഞാൻ സ്ഥാപിച്ചെടുത്ത ഒരു അധികാരമാണ്. അത് എൻ്റെ വരുമാനം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ അഭിപ്രായ
ധൈര്യം കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത ഒന്നാണ്. അപ്പോൾ അത് മന്ത്രിയാണെങ്കിലും അത് തീർച്ചയായിട്ടും ഈ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് തുല്യ പ്രാതിനിധ്യം എന്നുള്ളതിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ചർച്ച ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സ്ത്രീകൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയുണ്ട് തലയെറിഞ്ഞ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ബസ്സിലും, പാർട്ടിയൊക്കെ എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ബസ്സിലും നടന്ന് അതാത് പ്രദേശത്തെ സ്ത്രീകളെ കൂട്ടുകയും ഉത്സാഹത്തോടെ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഒരു നമുക്ക് വെറുതെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അഡ്വക്കേറ്റ് ജയശങ്കറിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ മാത്രം പ്രാഗൽഭ്യമുള്ള എത്രയോ സ്ത്രീകളെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും? ആരെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ട് കാര്യമില്ല, പാർട്ടിയുടെ തീരുമാനമാണ്. അകത്ത് നമുക്ക് ശബ്ദമില്ല, പക്ഷെ പുറത്തുനിന്ന് വോട്ട് ചെയ്യുന്നവർ നമ്മളാണ്. നമുക്കൊന്ന് ഇതുപോലൊരു ചർച്ചയിലെങ്കിലും 3-4 സ്ത്രീകളുടെ പേരൊന്ന് ഉയർത്താമോ എന്നുള്ള ഒരു തോന്നൽ. അല്ല, ഇത് പറയുമ്പോൾ വളരെ വ്യക്തിപരമായ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് 2020 ജനുവരിയിലായിരിക്കും മുൻ വർഷത്തെ ഏറ്റവും മികച്ച ഒരു പൊതുപ്രവർത്തകൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് കേരളത്തിൽ ഒരു പ്രമുഖ ന്യൂസ് ചാനൽ തീരുമാനിച്ചു. ജൂറി ചെയർമാൻ സർവാദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ അവர்களായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റ് പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു. ജാൻസി ജെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ കമൽ പാഷ ഉണ്ടായിരുന്നു, ജസ്റ്റിസ്, വേറെ പല ആളുകളും ഉണ്ടായിരുന്നു, സിനിമാനം മധുപാൽ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വേറെ 3-4 പേരുണ്ടായിരുന്നു ഓർക്കണം. എല്ലാവരും ഐകകണ്ഠയിൽ എത്തിച്ചേർന്ന പേര് നമ്മൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെയാണ്. ഞാൻ മാത്രം ഒരു ചെറിയ എതിരഭിപ്രായം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭിന്നാഭിപ്രായം പറഞ്ഞു. ടീച്ചറെ തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷെ ഇങ്ങനെയുള്ള ചില പുരസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ അവരുടെ രാഷ്ട്രീയ ഭാവി കുഴപ്പത്തിലാക്കി അല്ലേ? അത് കേട്ടപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ശരിയാണ്, ഇവർ ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണെന്നും കൂടി ഒരു വാചകം ചേർത്താൽ അവരുടെ കാര്യം പോക്കിടിയാവും, അടുത്ത പ്രാവശ്യം അവർക്ക് മത്സരിക്കാൻ സീറ്റ് തന്നെ കിട്ടില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. ഇപ്പം ഞാൻ ഒരാളുടെ പേര് വിടരുന്ന് പറഞ്ഞാൽ ആ ആളുടെ കട പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നതിന് തുല്യവും. അപ്പോൾ സാമൂഹികമായ ഒരു മാറ്റം ഉണ്ടാക്കാനൊന്നും ഈ പറഞ്ഞ യാതൊരു പ്രസ്ഥാനങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാളുടെ പേര് പറഞ്ഞാൽ ആ ആൾക്ക് പിന്നെ രാഷ്ട്രീയ ഭാവിയെ ഇല്ല എന്നുള്ള അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചർച്ച ഇപ്പോൾ കെ രമ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, പ്രതീക്ഷയില്ല, കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി പ്രതീക്ഷയില്ല. അന്നേരം പറഞ്ഞ കാരണവും ഇതുതന്നെയാണ്, ഞാനൊരു പേര് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോവേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ വീണയിൽ അത് ചർച്ചയുടെ ഒരു 45 മിനിറ്റാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ ഇതിലെ പുരുഷാധിപത്യ വ്യവസ്ഥ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. നമ്മളത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്, അതിനകത്ത് മാറ്റമില്ല എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാനുള്ള സ്പേസ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽ അതിന് ഇപ്പം CPM-ൻ്റേതുപോലെയുള്ള ഒരു വളരെ കർക്കശമായ ഒരു ചട്ടക്കൂടല്ല കോൺഗ്രസിൻ്റേത്, ഒരു കുറച്ചും കൂടി അയഞ്ഞ എന്നാണ് നിങ്ങൾ തന്നെ എപ്പോഴും പറയുന്നത്. ഞങ്ങളുടേത് ഭയങ്കര വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ളത്. വളരെ വിശാലമാണ്. ആ വിശാലതയ്ക്കകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ ഇത് ചർച്ച ചെയ്യാൻ? അല്ല, തീർച്ചയായും. കാരണം നമുക്കുള്ള പരാതികൾ, പ്രശ്നങ്ങൾ, മോശമായിട്ടുള്ള അനുഭവങ്ങൾ, പരാമർശങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് അതല്ല ഞാൻ ചോദിച്ചത്. അത് നമുക്ക് വീടുകളിലൊക്കെ തരും ഒരു സൗമനസ്യം. എന്ത് വേണേ പറഞ്ഞോ, നിന്റെ പരാതിയൊക്കെ പറഞ്ഞോ, ഞങ്ങൾ കേട്ടോളാം, നിനക്ക് എന്ത് വേണേ പറയാം, നീ ഇത്ര പണിയെടുക്കുന്നല്ലേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം 33% ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ മുൻനിര നിൽക്കുന്ന ഒരു 33% പുറകിലോട്ട് മാറി നിൽക്കേണ്ടി വരും. മുൻനിര നിൽക്കുന്ന നേതൃനിര നിൽക്കുന്ന ഒരു 33-35% പിന്നോട്ട് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ പിന്നോട്ട് മാറി നിൽക്കാൻ സന്മനസ്സുള്ളവർ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. വീണയുടേതാണ് അടുത്ത ടേൺ, അതുകൊണ്ട് വീണയോട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ നേരത്തെ സ്പേസ് എന്ന് ഉദ്ദേശിച്ചത് ഈ വെറും ഒരു നമ്മുടെ ഇത് പറയുന്ന ഒരു അവസരം എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി ഞാൻ സത്യസന്ധമായിട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു പ്രായമോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയാകാൻ യാതൊരു വിധത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അവിടെ ലീഡർഷിപ്പ് തന്നെയാണ്
നമ്മളെ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ നേതാവാകട്ടെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആവട്ടെ, നമുക്ക് എന്ത് കാര്യങ്ങളും ചെന്ന് പറയാനുള്ള ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ ഒരു ഗാർഡിയൻ എന്നോ ആ രീതിയിലൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും അത്തരത്തിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവിടെ നമുക്ക് രാഷ്ട്രീയം പറയാം, നമ്മുടെ സന്ദേഹങ്ങൾ പറയാം, ഇതിനുള്ള എല്ലാ സ്പേസും ഉണ്ട്. ഒപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഞാൻ അടക്കമുള്ള കുറച്ച് വനിതകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവസരം നൽകിയിട്ടുണ്ട്. അത് 33% സംവരണം ഒരുപക്ഷെ 10 വർഷത്തേക്ക് ശേഷം ഇവിടെ വന്നേക്കാമെന്നുള്ളത് കണ്ടുകൊണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും അല്ല. കൃത്യമായി ഒരു വിമൻ റെപ്രസെൻറ്റേഷൻ അത് കാലത്തിൻ്റെ ആവശ്യകതയാണെന്നും ആ ആവശ്യത്തിലൂടെ സഞ്ചരിക്കാതെ 50%-ലധികം വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നുള്ളതിനെക്കുറിച്ച് ലീഡർഷിപ്പിനും കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നെ ആകുലപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ചില കാര്യങ്ങളിലെങ്കിലും പിന്നോട്ട് നടക്കുകയാണോ എന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പോലും പ്രഗത്ഭമതികളായിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. ആനി മസ്ക്രീൻ്റെ മണ്ണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, കൈക്കുഞ്ഞുമായിട്ട് ജയിലിൽ പോയ AV കുട്ടിമാളുവമ്മ. പക്ഷേ ഇന്നത്തെ അത് ഒരു പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്താണെന്ന് നമ്മൾ ഓർക്കുക. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ എത്ര സ്ത്രീകളാണ് അത്തരത്തിൽ ധൈര്യപൂർവ്വം ഒരുപക്ഷെ ജയിലെങ്കിൽ ജയിൽ നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാർ. പക്ഷേ ആ തരത്തിൽ ഒരുപക്ഷെ കുറെ കൂടി പാമ്പേർഡായിട്ട് പെൺകുട്ടികൾ വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം ഞങ്ങളുടെ വിഷയമേ അല്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ പിയർ ഗ്രൂപ്പിലുള്ള പലരും പറയാറുണ്ട്, തനിക്ക് വേറെ പണിയില്ല, ഇതിനെന്തിനാണ് നടക്കുന്നത്, നമ്മുടെ രാജ്യം ഒരു ഡെമോക്രസി ആണ് എന്നുള്ളത് പോലും ചിന്തിക്കാം. നമ്മളൊക്കെ ഈ രാജ്യത്തിനുണ്ടാവുന്ന നന്മയും തിന്മയും എല്ലാം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ളതിനെക്കുറിച്ച് ബോധ്യം പോലും ഇല്ലാതെ കരിയറിലേക്ക് മാത്രം ഒതുങ്ങപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ പിന്നോട്ട് നടപ്പിൽ എനിക്ക് സത്യത്തിൽ ആശങ്കയുണ്ടെന്നുള്ളത് പറഞ്ഞു വെക്കാം. കേരളത്തിലെ സ്ത്രീകളുടെ ഒരു ഊർജത്തെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു സംഘടനാ ശേഷിയൊക്കെ അല്പം ചെറുതായി കാണുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ഊർജ്ജസ്വലരാണ് പെൺകുട്ടികൾ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം നല്ലതുപോലെയുണ്ട്. പെൺ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് സംസാരിക്കുന്നത് 25 വയസ്സിൽ താഴെയുള്ള ഇവിടുത്തെ കുട്ടികളാണെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളിലും ഈ എല്ലാ തരം രാഷ്ട്രീയവും ബഹുമുഖമായ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, ബഹുമുഖമായ രാഷ്ട്രീയത്തിൽ ലിംഗരാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം, നിറത്തിൻ്റെ രാഷ്ട്രീയം, ഇതിലെല്ലാം ഇവിടെ അതിശക്തമായിട്ട് ഇടപെടുന്നത് നമ്മുടെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് എന്നുള്ള സത്യത്തെ കാണാതെ ഞാൻ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലല്ല, അത് കക്ഷി രാഷ്ട്രീയവും അതിലൊന്ന് മാത്രമാണ്. സാംസ്കാരിക രാഷ്ട്രീയം, സാമൂഹ്യ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇവിടുത്തെ പാർട്ടിയാർക്കൽ നമ്മുടെ പുരുഷാധിപത്യത്തിൻ്റെതായ പാർട്ടി ഓഫീസുകളെല്ലാം അടച്ചു പൂട്ടി സീല് വെച്ചാലല്ലാതെ ഒരു വിപ്ലവം ഇവിടെ കൊണ്ടുവരാനും സാമൂഹികമായ ഒരു മുന്നേറ്റത്തിലേക്ക് നമുക്ക് സ്ത്രീകളെ കൊണ്ടുപോകാനും കഴിയില്ല എന്ന ഒരു കൺക്ലൂഷൻ ഇപ്പോൾ സാറാ ടീച്ചറും മിനിഞ്ഞാന്നൊരു ചർച്ചയിൽ ചോദ്യത്തിൽ ഇവിടെ കാഫെസ്റ്റിന് തന്നെ ഒരു ചോദ്യത്തിൽ പറയുന്നത് കേട്ടു, ഇവിടെ സാമൂഹിക മാറ്റമൊക്കെ ഉണ്ടായെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. പെണ്ണ് ഓടിയിടത്തോളം ഒന്നും ഇവിടെ ആണ് ഓടിയിട്ടില്ല. അത്രത്തോളം നൂറ്റാണ്ടുകൾ കൊണ്ട് പെണ്ണ് ഓടിയിടത്തോളം ഒന്നും ഇവിടുത്തെ ആണുങ്ങൾ ഓടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ പെൺകുട്ടികളുടെ കാര്യവും പറഞ്ഞത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ പാർട്ടി ഓഫീസൊക്കെ പൂട്ടി സീല് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴും ഒരു പെൺമുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്ക് ഒരു വിദൂര സ്വപ്നം മാത്രമായിരിക്കും എന്നാണ്. അത് സാധ്യമാവില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ചർച്ച ഇങ്ങനത്തെ ഒരു നിലനിൽക്കുന്ന അവസ്ഥയിൽ എന്ന് വേണം കരുതാനായിട്ട്. ഇവിടുന്നുള്ള ചർച്ചകൾക്കായിട്ട് പാനലിസ്റ്റുകൾ റെഡിയാണ്, അവരോട് ചോദിക്കാം. നമസ്കാരം. നേരത്തെ ഗീനാകുമാരി പറഞ്ഞു കോഴിക്കോട് മേയറുണ്ട്, ഇവിടെ തിരുവനന്തപുരത്ത് മേയറുണ്ട്. വനിതാ സംവരണം എന്ന് ഒരൊറ്റ ലേബൽ ഉണ്ടായിട്ടാണ് ഇവിടെ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്.
നമ്മൾ സംവരണത്തിനുള്ളിൽ ഇപ്പോൾ 33% സംവരണം പറയുന്നുണ്ട്. പക്ഷേ ലോക്സഭയിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞതിൻ്റെ മറുപടിയാണ് 544 മെമ്പർമാരുള്ള അവിടെ പുരുഷന്മാർ ഉറപ്പുവരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള സീറ്റ് വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അതേപോലെ ആവും കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടാകാൻ പോണത്. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി 50-50, അതേപോലെ 29 സംസ്ഥാനങ്ങളിലെ പകുതി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി സ്ഥാനം സംവരണം ചെയ്യപ്പെടണം. അതേപോലെ പകുതി മന്ത്രിസഭയിലെ പകുതി അംഗങ്ങൾ വനിതകളായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ അല്ലാതെ സ്ത്രീകൾക്ക് അവസരം കിട്ടാൻ പോകുന്നില്ല. അത്തരമൊരു കാര്യത്തെക്കുറിച്ച് രണ്ട് പാർട്ടിക്കാർ ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം? തിരുവനന്തപുരത്ത് കോഴിക്കോട് മേയർ ഉണ്ടായത് വനിതാ സംവരണത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതിന് മുന്നേ വനിതാ മേയർ ഉണ്ടായിരുന്നു. പ്രൊഫസർ ഹൈമവതി തായാട്ട് മേയറായത്, അതെ, പ്രൊഫസർ ഹൈമവതി തായാട്ട് മേയറായത് ഒരു സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ വനിതാ സംവരണത്തിൻ്റെ ഭാഗമായി കുറേയേറെ പ്രാദേശിക നേതൃത്വങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് 33.1% ഉണ്ടായിരുന്നത് 50% 50 അല്ല, ഇപ്പോൾ 50 കൂടുതലായി. ഏകദേശം 50% നിയമപരമായി ഉള്ളിടത്ത് ഏകദേശം 55% പ്രാദേശിക സർക്കാരുകൾ ഭരിക്കുന്നത് വനിതകളാണ്. അത് ഇത് കേവലവാദമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ മൊത്തം മന്ത്രിമാർ അതിൽ നേര് പകുതി അങ്ങനെ ഏതെങ്കിലും ഒരാളെ അത്തരം സ്ഥാനങ്ങളിൽ കൊണ്ട് ഇരുത്തിയത് കൊണ്ട് നേര് പകുതിയാണ് പകുതി പെണ്ണ്, ആ തരത്തിലേക്കൊരു മാറ്റം കൊണ്ട് എണ്ണത്തിൽ മാറ്റം കൊണ്ടുവരാം എന്നതിൻ്റെ അപ്പുറത്ത് വേറെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ 50-50 ആയി പകുത്തെടുക്കേണ്ടതല്ല. പൊതുരാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾ, അത് ഇപ്പോൾ നേരത്തെ വീണ ജോർജ് എന്ന് പറഞ്ഞു, വീണയോട് സംസാരിച്ചിട്ട് വന്നുകൊണ്ടാണ്. അപ്പോൾ വീണ ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് വളരെ തിരിച്ചാണ് വീണ. എനിക്ക് 49 വയസ്സായി, 50ലേക്ക് അടുക്കുന്നു. ഞാനൊക്കെയാണ് അങ്ങേയറ്റത്തെ ഈ പാട്രിയാർക്കൽ മൂല്യങ്ങൾ നമ്മളൊക്കെ ശീലിച്ചു വന്നതാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന ആ പിതൃമേധാവിത്വ മൂല്യബോധത്തെ സ്വാംശീകരിച്ച് ആ വിഷം മുഴുവൻ തലയിലിരിക്കുന്ന എന്നിൽ നിന്ന് ഈ പാട്രിയാർക്കി ഒഴുക്കി കളയണമെങ്കിൽ ഞാൻ ഒരുപാട് അധ്വാനം ചെയ്യുന്നുണ്ട്. പലതിൽ പോലും എൻ്റെ മകൻ എന്നെ തിരുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളല്ല, അങ്ങനെയല്ല. ആ കുട്ടികൾ, ഈ പുതുതലമുറ എന്നത് ഇത്ര കണ്ട് ഈ പിതൃമേധാവിത്വ മൂല്യബോധം വല്ലാണ്ട് സാംശീകരിച്ചിട്ടുള്ളവരല്ല. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ കാണാം ഏറ്റവും മനോഹരമായിട്ടുള്ള ജനാധിപത്യ ബന്ധങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ആരും പറയുന്ന പോലെ ഒരു റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ടല്ല ഈ കുട്ടികൾ സംസാരിക്കുന്നത്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമായതും അതുപോലെ തന്നെ ആ തരത്തിലുള്ള ഐഡിയോളജിയൊക്കെ ഉണ്ട്. ആ ഐഡിയോളജിയിൽ നിലനിന്നുകൊണ്ട് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ചിന്ത നമ്മുടെ ക്യാമ്പസിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ആ ക്യാമ്പസുകൾ കാണുന്നതാണ്. നമ്മളെക്കാൾ ഈ പറയുന്ന ഈ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്വാംശീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംസാരിച്ചു പോകുന്ന നമ്മൾ എത്രയൊക്കെ സ്ത്രീപക്ഷത്ത് നിന്ന് പറയുമ്പോൾ പോലും ഇടയ്ക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ കടന്നുകൂടിയിട്ടുള്ള പിതൃമേധാവിത്വ മൂല്യബോധം പോലും ഇന്നുള്ള പുതുതലമുറയ്ക്കില്ല എന്നതുകൊണ്ട് തീർച്ചയായും പ്രതീക്ഷയാണ് കാണുന്നത്. മാത്രമല്ല, ആ തരത്തിൽ മാത്രമല്ല, ഇങ്ങനെ 50% കൊണ്ടുവരുന്നല്ല. നോക്ക്, കേരളത്തിൻ്റെ ഏത് മേഖലയിൽ എടുത്തു നോക്ക്. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ കണ്ടിരുന്നത് സ്ത്രീ പ്രാതിനിധ്യം നഴ്സിംഗ് മേഖലയിലായിരുന്നു, അധ്യാപകര മേഖലയിലായിരുന്നു. 80% ഉണ്ടായിരുന്നു, 90%. അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ പറഞ്ഞു, അയ്യോ എന്താ പുരുഷന്മാരില്ലാണ്ടായി പോകുമല്ലേ എന്ന് വേദനിച്ച അധ്യാപക നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വൈദ്യമേഖലയിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷൻ, ആരോഗ്യ മേഖലയിലെ അഡ്മിഷൻ നോക്കുമ്പോൾ 80% പെൺകുട്ടികളാണ്. അടുത്ത 26ലേക്ക് പോകുമ്പോൾ കേരളത്തിലെ 60% ഡോക്ടർമാർ വനിതകളായി മാറുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഒരു സ്ഥലത്ത് മാത്രമല്ല, പ്രാദേശിക നേതൃത്വത്തിലായാലും ശരി, രാഷ്ട്രീയ നേതൃത്വത്തിലായാലും ശരി, യുവജന മുന്നേറ്റങ്ങളിലായാലും ശരി, ദളിത് സാമുദായിക കൂട്ടായ്മകൾ, അതിനെയും കളയുന്നില്ല. ആ സാമുദായിക കൂട്ടായ്മകളിലായാലും ശരി സ്ത്രീ പ്രാതിനിധ്യം ഏറി വരുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നു അമ്പല കമ്മിറ്റിക്ക് ഒരു സബ് കമ്മിറ്റി, ഇപ്പോൾ ഉണ്ട്. അമ്പല കമ്മിറ്റിക്കും ഉണ്ട്,
വനിതാ കമ്മിറ്റി, പള്ളി കമ്മിറ്റിക്കുണ്ട് വനിതാ കമ്മിറ്റി. ഏത് സർവീസ് സംഘടന എടുത്തു നോക്കിയേ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തു നോക്കിയേ, എന്തൊരു കൂട്ടായ്മയുണ്ടോ അതിനൊക്കെ ഒരു വനിതാ വിങ് ഇല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കേരള സമൂഹത്തിൽ മാറി വന്നിട്ടുണ്ട്. 50% പകുതിയിലേറെ വരുന്ന ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകളെ കൂടി പരിഗണിക്കാതെ പോകാൻ കഴിയില്ല എന്ന് എല്ലാ തരത്തിലും മാറി വന്ന സാഹചര്യത്തിൽ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന വളരെ ആ തരത്തിലുള്ള ഓപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ്, പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അനധിവിദൂര ഭാവിയിൽ എന്നും കൂടി. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഗായത്രി എസ് മോഹൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര യുവ പ്രതിനിധി ഫോർ ചൈന. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ജോബിലായിരുന്നാലും അല്ലെങ്കിൽ ഏത് പൊസിഷനിലായിരുന്നാലും ആ പൊസിഷനെ കുറിച്ചുള്ള നോളജും സ്കില്ലും വേണം. എങ്ങനെ കുഞ്ഞുനാൾ മുതൽ സ്ത്രീകളിൽ ലീഡർഷിപ്പ് സ്കിൽസ് നമുക്ക് വളർത്തിയെടുക്കാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഡിസ്കഷനിൽ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ആൺകുട്ടിയെ പോലൊരു സ്ത്രീ. അത് തെറ്റല്ലേ? അതിന് പകരം ധൈര്യമുള്ള സ്ത്രീ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അറിയാവുന്ന സ്ത്രീ, ലീഡർഷിപ്പ് പൊസിഷൻ അറിയാവുന്ന സ്ത്രീ, പബ്ലിക് റിലേഷൻ അറിയാവുന്ന സ്ത്രീയാണ് ലീഡർഷിപ്പ് പൊസിഷനിൽ വരേണ്ടതെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഉള്ള പഴയ ചിന്തയും വെച്ച് ആൺകുട്ടിയായ സ്ത്രീയാണോ നമ്മൾ ഇവിടെ ലീഡർഷിപ്പ് പൊസിഷനിൽ വരേണ്ടത്? ഇത് പറയുന്നത് തെറ്റല്ലേ? അതെ, ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, നമ്മള് ആൺകുട്ടിയെ പോലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ് അതിനകത്തെല്ലാം ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള അർത്ഥം. അതിന് ഒരു പ്രയോഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ സ്വാഭാവികമായിട്ട് ആ ഒരു പദം ഉയർന്നു വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ആ പ്രയോഗം ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇവിടെ ആരും പറയുന്നില്ല. അല്ല, ആ പ്രയോഗം തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്വന്തം അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സ്വന്തം അഭിപ്രായമുള്ള, വ്യക്തിത്വമുള്ള, മൂല്യബോധമുള്ള, കാര്യപ്രാപ്തിയും ശേഷിയുമുള്ള, ഈ പറഞ്ഞ ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരു വ്യക്തി വേണം. അത് ഈ പറഞ്ഞ പോലെ ഒരു മാൻലി എന്നാണ് സമൂഹം അതിനെ വായിച്ചെടുക്കുന്നത് എങ്കിൽ എന്ന് മാത്രമേ അതിലേക്ക് ചരടിൽ കൊണ്ട് കെട്ടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞു. പൊളിറ്റിക്കലി കറക്റ്റ് ആകുന്ന സമൂഹം അങ്ങനെ പറയാൻ അനുവദിക്കില്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ട്രെയിനിങ്, ഇപ്പോൾ എഞ്ചിനീയർ ആവാൻ വേണ്ടി ബിടെക് പഠിക്കുക, ആ തരത്തെ, അല്ലെങ്കിൽ പിന്നെ നല്ല മാനേജ്മെൻറ്റ് വിദഗ്ധയാവാൻ വേണ്ടി MBA ചെയ്യുക, വക്കീലാവാൻ വേണ്ടി LLB പഠിക്കുക, ആ തരത്തിലല്ലല്ലോ ഒരുപക്ഷെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ. ഇന്നലകളിലെ ചരിത്രം എടുത്ത് നോക്കിയാലും അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ആവാൻ വേണ്ടി ഒരാളെ പഠിപ്പിച്ച് അതിന് സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതല്ല, എല്ലാ മേഖലയുടെയും സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ലൈംഗിക വിഭാഗത്തിൻ്റെയും പ്രതിനിധിയാവുകയും ആ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഷമതകളെയും അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ മേന്മയെയും വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ അറിഞ്ഞു വരാൻ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പ്രതിനിധികളായി വരുന്ന ആളുകൾക്ക് കേരളത്തിൽ സാധിക്കുന്നുണ്ട്. അതിൽ ആൺപെൺ വ്യത്യാസത്തിൻ്റെ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വന്നതല്ല. ഇന്നലകളിലെ കേരളീയ രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് നാം കാണുന്ന കേരളീയ രാഷ്ട്രീയ നേതൃത്വവും. താങ്ക് യു സോ മച്ച്. ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്നാണ് തോന്നുന്നത്. ഒരു ചോദ്യത്തിനും കൂടെ ഒരു ചോദ്യം കൂടെ പറ്റുമോ? 6 മണിക്കാണോ തീരണ്ടേ? 6 സമയമായി അല്ലേ? ഒരാൾക്കൊരു ഒറ്റ ചോദ്യം മാത്രം. പുരുഷന്മാരല്ല സ്ത്രീകളൊന്ന് ചോദിക്കാമല്ലോ എന്ന് വെച്ചാൽ, ഒരു പെൺ മുഖ്യമന്ത്രി ഉണ്ടാവണമെങ്കിൽ നിയമസഭയിൽ പെൺ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവണം. ഇന്ന് നിയമസഭയിൽ 12 സ്ത്രീകൾ മാത്രമാണുള്ളത്. എൻ്റെ ചോദ്യം ഈ പറയുന്ന 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുമാണ് ചോദിക്കുന്നത്. ഈ 12 എന്നുള്ളത് ഉയർത്താൻ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടി ചോദിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ തുല്യ പ്രാതിനിധ്യത്തിൽ മത്സരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ പ്രസ്ഥാനം അതിന് അനുവദിക്കുമോ? അല്ല, എൻ്റെ ചോദ്യം നേരത്തെ ചോദിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴത്തെ നിലയിൽ അത് പ്രാവർത്തികമാവില്ല. സുൽഫത്ത് ടീച്ചർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പിന്നെ ഒരു സമയത്ത് പറയാം.
സമയമില്ലാത്തതുകൊണ്ടാണ്. സമയപരിമിതി മൂലം സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.